ആകാശവാണി. സംസ്ഥാന ശുചിത്വ മിഷൻ മാലിന്യമുക്തം നവകേരളം. ഉത്സവങ്ങളുടെ കാലമാണ്. ഏവരും അതിൻ്റെ ആഘോഷത്തിമിർപ്പിലാവുമല്ലോ. ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരുമൊക്കെ ഒത്തുചേരുന്നവയാണ് നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും. അതുകൊണ്ട് തന്നെ അവിടെയും നാം ഒപ്പം കൂട്ടേണ്ട ഒന്നുണ്ട്: പരിസ്ഥിതിയോടുള്ള കരുതലും ശുചിത്വശീലങ്ങളും. കോർപ്പറേഷൻ പരിധിയിലെ വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് സ്മാർട്ട് സിറ്റി 2.0 പദ്ധതി. ഇത് കൊള്ളാമല്ലോ. പൂർണ്ണമായും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മനുഷ്യവിഭവശേഷി കുറച്ചുള്ള സംസ്കരണ സംവിധാനമാണിത്. അതേതായാലും നന്നായി. പിള്ളേരെല്ലാം കാനഡയ്ക്കും UK-ക്കും വണ്ടി കയറുന്ന ട്രെൻഡ് തുടരുന്ന സ്ഥിതിക്ക് സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കുക തന്നെയാണ് നല്ലത്. ആരോ വന്നല്ലോ. ആരാ ഈ നേരത്ത്? ഇതാര്? ചെല്ലമ്മയോ? ഇവളിതെവിടെ പോയിട്ട് വരുന്നു? ദൈവമേ, ഒരുപാട് പൊതിക്കെട്ടുണ്ടല്ലോ കൂടെ. ഇതൊക്കെ വാങ്ങാൻ എവിടുന്ന് പൈസ ഒപ്പിച്ചോ എന്തോ. അയ്യോ ചെല്ലമ്മേ, ഇതെന്തുവാടി? നീ ഈ കണ്ട സാധനങ്ങളെല്ലാം വാങ്ങി എന്നെ മുച്ചൂട് മുടിപ്പിക്കുമോ? ചുമ്മാ കാര്യം അറിയാതെ കിടന്ന് ചിലക്കാതെ ഇങ്ങോട്ട് വന്ന് ഈ സാധനമൊക്കെ എടുത്ത് അകത്തോട്ട് വെക്കേ. ഞാൻ ഈ ഓട്ടോക്കാരന് പൈസ കൊടുത്ത് വിടട്ടെ. ഓ, ഉത്തരവ്. ഈശ്വര, നല്ല ഭാരമുണ്ടല്ലോ. കിലുങ്ങുന്നുമുണ്ട്. സ്റ്റീൽ പാത്രങ്ങളാണെന്നാ തോന്നുന്നു. എന്തിനാണാവോ ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നത്? സാരമില്ല, അടുത്ത കൊല്ലം ചാപ്പ് ഷോപ്പ് നടത്താം. ഇതെന്തുവാ ചെല്ലമ്മേ ഈ വലിയ ചാക്കുകെട്ടിനകത്തൊക്കെ? പ്രശ്നമുള്ളതൊന്നും അല്ലല്ലോ അല്ലേ? അതെ, അമ്പലത്തിലെ ഉത്സവത്തിന് ഇനി കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. 25-നാ പൊങ്കാല. ഇത് വല്ലതും നിങ്ങൾക്കറിയൂ? നീ എന്താ ഉത്സവപ്പറമ്പിൽ പെട്ടിക്കട ഇടാൻ പോവുകയാണോ? സ്റ്റീൽ പാത്ര കച്ചവടമാണോ? അല്ല, ഈ ചാക്കുകെട്ടിൽ എന്തോ സ്റ്റീൽ പാത്രം കിളിങ്ങിയത് കൊണ്ട് ചോദിച്ചതാ. എന്റെ ചെല്ലപ്പൻ ചേട്ടാ, ഞാൻ പെട്ടിക്കട തുടങ്ങാനൊന്നും അല്ലെന്നേ. ഞങ്ങൾ വനിതാ സമാജക്കാര് ഉത്സവത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് പൊങ്കാല ദിവസം സംഭാരം വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നല്ല കാര്യം. പറയൂ, അതിനെന്തിനാ ഈ ചാക്ക് കണക്കിന് സാധനങ്ങൾ? ഇക്കുറി ഞങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ വനിതാ സമാജത്തിൽ എങ്ങനെ പുരുഷനായ സുന്ദരൻ ചേട്ട അംഗമായി? അതാണ് മനസ്സിലാവാത്തത്. അല്ല, എന്തിനാ പിറുപിറുക്കുന്നേ? ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടോ? നല്ല കാര്യം. പക്ഷേ ഈ ഐഡിയ ആ സുന്ദരൻ ചേട്ടൻ സ്ഥിരം പറഞ്ഞ് നടക്കാറുള്ളതാണല്ലോ. അതെങ്ങനെ വനിതാ സമാജത്തിലെത്തി എന്നതാണ് എൻ്റെ സംശയം. പിന്നെ കഴിഞ്ഞ ആഴ്ച ചേട്ടൻ ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു. പ്ലാസ്റ്റിക് ഗ്ലാസ്സിലാ ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ സംഭാരം കൊടുത്തിരുന്നത്. അത് പരിസ്ഥിതിക്ക് ദോഷമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇക്കുറി ഞങ്ങൾ 280 സ്റ്റീൽ ഗ്ലാസ് വാങ്ങി. ഇതാകുമ്പോൾ പുനരുപയോഗം നടക്കുകയും ചെയ്യും, മാലിന്യക്കുറവ്, പരിസ്ഥിതിക്ക് ദോഷവും ഇല്ല. എങ്ങനെ? ഈ നാട് നന്നാവുന്ന ലക്ഷണങ്ങളാണല്ലോ കാണുന്നതൊക്കെ. സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ കേരള ഫുഡ് സേഫ്റ്റി വകുപ്പിൽ രജിസ്ട്രേഷനും നടത്തി. ഒപ്പം ഭക്ഷണ വിതരണം ചെയ്യാനായി FSSAIയിൽ ലൈസൻസ് എടുത്തു. പോരാഞ്ഞ് ഭക്ഷണം പാകം ചെയ്യുന്നവരുടെ എല്ലാം മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റും വാങ്ങി. അത് കലക്കി. തീർന്നില്ല. സംഭാരം ഉണ്ടാക്കുന്നത് രമണി ചേച്ചിയുടെ വീട്ടിൽ വെച്ചാ. ഉപയോഗിക്കുന്നത് അവിടത്തെ കിണറ്റിലെ വെള്ളവും. കിണറ്റിലെ വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് വാട്ടർ ക്വാളിറ്റി സർട്ടിഫിക്കറ്റും വാങ്ങി. അത്രയും ഓക്കെ. പക്ഷേ ഈ കിലിങ്ങാത്ത വലിയ വലിയ ചാക്കുകെട്ടുകൾക്കകത്ത് എന്തുവാ? കിലിങ്ങുന്നത് സ്റ്റീൽ ഗ്ലാസ് ആണെന്ന് മനസ്സിലായി. അതെ, മറ്റൊരു ദൗത്യം കൂടി ഞങ്ങൾ ഏറ്റെടുത്തു കേട്ടോ. ഹരിതകർമ്മസേനയ്ക്ക് ഒരു കൈ സഹായം. അതെന്തുവാ? ദാ നോക്ക്,
വലിയ സൈസിലുള്ള 9 ഡസ്റ്റ്ബിന്ന് കൂടി ഞങ്ങൾ വാങ്ങി. എല്ലാ നിറവും ഉണ്ടല്ലോ, പച്ച, മഞ്ഞ, നീല. അത് തന്നെ, പച്ച, നീല, മഞ്ഞ. ഈ 3 നിറത്തിലുള്ള ഡസ്റ്റ്ബിൻ അമ്പലപ്പറമ്പിന്റെ 3 സ്ഥാപിക്കും. ഭക്തജനങ്ങൾ മാലിന്യങ്ങൾ അവിടെ വലിച്ചെറിയാതെ ഈ ഡസ്റ്റ്ബിന്നുകളിൽ നിക്ഷേപിക്കണമെന്ന് മൈക്ക് അനൗൺസ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കും. പച്ച ബിന്നിൽ ജൈവ മാലിന്യവും, നീല ബിന്നിൽ പേപ്പർ, പ്ലാസ്റ്റിക് മുതലായവയും, മഞ്ഞ ബിന്നിൽ സാനിറ്ററി പാഡ് പോലുള്ള മാലിന്യങ്ങളും നിക്ഷേപിക്കാം. ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം വേർതിരിച്ച് തന്നെ ലഭിക്കും എന്ന ഗുണവുമുണ്ട്. എങ്ങനെ? ഇനി പൊതുജനം അനുസരിച്ചാൽ മാത്രം മതി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ അനുസരണയുടെ ആവശ്യമില്ല, സഹകരണം മാത്രം മതി. നമ്മൾ മലയാളികൾ സഹകരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. മാലിന്യം മാന്യമായി ഉപേക്ഷിക്കാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അവർ അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. നോക്കിക്കോ, ഇത് വിജയിച്ചാൽ ഞങ്ങൾ ഈ സന്ദേശം നാട് മുഴുവൻ എത്തിക്കും. എന്നാ പിന്നെ തൽക്കാലം ഞാനൊരു ചായ ഇട്ട് തരാം. മൊത്തത്തിൽ ഒന്നുകൂടി ഒന്ന് ചൂടാകട്ടെന്നേ. ഓക്കേ. ചെല്ലമ്മയുടെയും കൂട്ടുകാരുടെയും പരിശ്രമം കേട്ടോ, കൊള്ളാമല്ലോ. നമുക്കും ഈ മാതൃക ഏറ്റെടുക്കാം. എന്താ? ഉത്സവ സമയത്തെ തിരക്കുകൾക്കിടയിലും ശുചിത്വത്തിന്റെ പരിപാലനം സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറെ പ്രാധാന്യം കൊടുക്കുന്ന വിഷയമാണ്. നമുക്കിന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാലോ? കേരള സംസ്ഥാന ശുചിത്വ മിഷന്റെ സീനിയർ കൺസൾട്ടന്റ് ശ്രീ രാജശേഖരൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഇനി നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. സാർ, ഉത്സവങ്ങളുടെ മാസങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം 10,000 പങ്കെടുത്ത ആറ്റുകാൽ പൊങ്കാല നടന്നു. ഇനിയും സംസ്ഥാനത്ത് ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കാനിരിക്കുന്നു. അങ്ങയുടെ അഭിപ്രായത്തിൽ ഉത്സവകാലത്തെ പൊതുവായ മാലിന്യ പ്രശ്നം എങ്ങനെ നോക്കിക്കാണുന്നു? പൊതുവെ നമ്മുടെ നാട്ടിൽ ഫെബ്രുവരി മുതൽ ഏതാണ്ട് മെയ് മാസം വരെ ഉത്സവകാലമാണ്. പല വിധത്തിലുള്ള ഉത്സവങ്ങൾ, പല അമ്പലങ്ങളിലും പൊങ്കാല, അതുപോലെ തന്നെ മറ്റ് ഉത്സവ പരിപാടികൾ, അതുപോലെ പൂരങ്ങൾ, ശിവരാത്രി പോലുള്ള ആഘോഷങ്ങൾ, നോമ്പ് പോലുള്ള ആഘോഷങ്ങൾ, പലതരത്തിലുള്ള വിവിധ ആരാധനാലയങ്ങളിൽ അത്തരം ഉത്സവങ്ങൾ നടക്കാറുണ്ട്. ഈ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഗ്രീൻ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ പരമാവധി മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രധാനമായിട്ടും ഉത്സവങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മാലിന്യം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ്. സാധാരണ അന്നദാനത്തിനും കുടിവെള്ളത്തിനുമായിട്ട് പേപ്പർ പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് പ്ലേറ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന പേപ്പർ കപ്പുകൾ, അത് പേപ്പർ കപ്പ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാകും. ഈ പ്ലാസ്റ്റിക് കോട്ടിങ് ചൂട് ചായയൊക്കെ അതിനകത്ത് ഒഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചൂടിൽ പ്ലാസ്റ്റിക് കലർന്ന് ശരീരത്തിനുള്ളിൽ മൈക്രോ പ്ലാസ്റ്റിക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിൽ ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ പേപ്പർ ഇലകൾ പോലുള്ള സൈപ്പ് കിട്ടാറുണ്ട്. ഇതൊക്കെ പ്രധാനമാണ്. മറ്റൊന്ന്, ഉത്സവങ്ങൾക്ക് വ്യാപകമായി അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കും, ബോർഡുകൾ ഉപയോഗിക്കും. അപ്പോൾ ബോർഡുകൾ ഫ്ലെക്സ് ബോർഡുകളായാൽ അത് വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് തോരണങ്ങൾ, കൃത്രിമ പൂക്കൾ, ഇതൊക്കെ നമ്മൾ ഉത്സവകാലത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ വേറൊന്നാണ് ഉത്സവകാലത്ത് ഭക്ഷണ മാലിന്യങ്ങൾ. ഇപ്പോൾ സമൂഹ സദ്യയും മറ്റുമൊക്കെ നടക്കും. അത് ശരിയായി അതിനകത്തുള്ള ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാതിരുന്നാൽ വലിയ പ്രശ്നമായി മാറും. തെരുവുനായ ശല്യത്തിന് കാരണമാകും, പൊതുസ്ഥലങ്ങൾ ദുർഗന്ധത്തിന് കാരണമാകും, പകർച്ചവ്യാധികൾക്ക് കാരണമാകും. പിന്നെ മറ്റൊന്ന്, ഈ ഉത്സവങ്ങളിൽ ആളുകൾ പോകുമ്പോൾ പലതരം സാധനങ്ങളൊക്കെ വാങ്ങും. ആവശ്യം കഴിഞ്ഞാൽ അത് വലിച്ചെറിയുന്നൊരു ശീലം ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇത്തരം കാര്യങ്ങളാണ് ഉത്സവങ്ങളിലെ മാലിന്യ പ്രശ്നമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഉത്സവകാലത്ത് ഇത്രയധികം ആളുകൾ ഒത്തുകൂടുന്ന സാഹചര്യമാണ്. അതുണ്ടാക്കുന്ന മാലിന്യ പ്രശ്നത്തിനുള്ള പരിഹാരമായി എന്തെല്ലാമാണ് നിർദ്ദേശിക്കാനാവുക? ഉത്സവകാലത്തെ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കാൻ അതിൻ്റെ സംഘാടകർക്ക് പല കാര്യങ്ങളും പ്രധാനമായും ചെയ്യാൻ കഴിയും, ചെയ്യേണ്ടതുണ്ട്.
ഒന്ന് കൃത്യമായ ഒരു ഏകോപനമാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ചുമതല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്സവ കമ്മിറ്റികൾ, വ്യാപാരി വ്യവസായ ഏകോപന സമിതികൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകൾ, ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, ഇവരൊക്കെ ആയിട്ട് മുൻകൂർ ചേർന്ന് ആസൂത്രണം ചെയ്യണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ നാട്ടിൽ ഇന്ന് കേരളത്തിൻ്റെ ശുചിത്വ സൈന്യമായി മാറിയിരിക്കുന്നതാണ് ഹരിതകർമ്മസേന എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് നേരത്തെ ഹരിതകർമ്മസേനയുമായിട്ട് സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അതുപോലെ എത്ര നമ്മൾ പറഞ്ഞാലും കുറച്ച് വലിച്ചെറിയലൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് അതൊക്കെ കളക്ട് ചെയ്യുന്നതിന് NSS, NCC പോലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സേവനം പ്രയോജനപ്പെടുത്താം. അതുപോലെ വലിയ ഉത്സവ മേഖലയിൽ ഇതൊക്കെ ശേഖരിക്കാൻ താൽക്കാലികമായി MCFകൾ നമുക്ക് വേണമെങ്കിൽ അവിടെ സ്ഥാപിക്കാൻ പറ്റും. അത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ശേഖരിച്ച് തൽക്കാലം സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു സംവിധാനം അവിടെ ഒരുക്കാം. വേണമെങ്കിൽ ക്ലീൻ കേരള കമ്പനിക്കോ മറ്റ് അംഗീകൃത ഏജൻസിക്കൊക്കെ ഇത് കൈമാറാൻ വേണ്ടി അതവിടെ ഉപയോഗപ്പെടുത്താം. അവരുടെ സഹായവും ഇതിന് ചിലപ്പോൾ തേടാവുന്നതാണ്. സാധാരണ എല്ലാ ഉത്സവങ്ങളും ഇതുപോലെ ആഘോഷങ്ങളും പ്രധാനപ്പെട്ട് നടക്കുമ്പോൾ നമ്മളൊരു മെഗാ ക്ലീനിങ് ഡ്രൈവ് നടത്താറുണ്ട്. അത് കഴിയുമ്പോൾ ഉടനെ തന്നെ പരമാവധി സന്നദ്ധ സേവകരും ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ഇങ്ങനെ വലിയൊരു വിഭാഗം എല്ലാവരും കൂടി ചേർന്ന്, ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ഉത്സവത്തിൻ്റെ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ മെഗാ ശുചീകരണം നടത്തി വേഗം തന്നെ അവിടെ ക്ലിയർ ആക്കുക എന്ന ഒരു പതിവുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഗ്രീൻ പ്രോട്ടോകോൾ. വളരെ സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു ഗ്രീൻ പ്രോട്ടോകോൾ അഥവാ ഹരിതചട്ടം എന്ന വാക്ക്. ഉത്സവങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹരിതചട്ടങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ ഉത്സവങ്ങൾക്കും അതുപോലുള്ള പൊതുപരിപാടികൾക്കും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം എന്നതാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന നിർദ്ദേശം. ഹരിതചട്ടം പാലിക്കണം എന്നതാണ്. അത്തരത്തിൽ ഈയിടെ നടന്ന ആറ്റുകാൽ പൊങ്കാല, അതുപോലെ തന്നെ സാധാരണ നടക്കാറുള്ള തൃശ്ശൂർ പൂരം, അതുപോലെ ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന വലിയ പരിപാടികൾ, ഇപ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഇലക്ഷൻ, പലതിലും ഗ്രീൻ പ്രോട്ടോകോൾ പരമാവധി പാലിക്കാൻ ഉള്ള നടപടികൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വലിയ വിജയമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനമായി അങ്ങയോട് ചോദിക്കുവാനുള്ളത് ഉത്സവകാല ശുചിത്വ പരിപാലനത്തിൽ ശുചിത്വ മിഷന്റെ പങ്കിനെക്കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ 1,52,000 ടൺ പ്ലാസ്റ്റിക് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചു. അപ്പോൾ ഇങ്ങനെ ശേഖരിച്ചില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ കടലിലോ അതല്ലെങ്കിൽ ജലാശയങ്ങളിലോ അതല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചു മൂടപ്പെടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ കുറേ ഇത് കത്തിക്കപ്പെടുമായിരുന്നു. ഇതിലൂടെ ഉണ്ടാകുന്ന കാർബൺ എമിഷൻ നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയൊരു വികേന്ദ്രീകൃതമായ ക്ലൈമറ്റ് ആക്ഷനായി ഇത് മാറുന്നു എന്ന് പരിസ്ഥിതി വിശകലനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വിവരങ്ങളാണ് നമുക്കായി ഇന്ന് ശുചിത്വ മിഷൻ സീനിയർ കൺസൾട്ടന്റ് ശ്രീ രാജശേഖരൻ പങ്കുവച്ചത്. അദ്ദേഹത്തിന് വളരെ നന്ദി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാം കേട്ടല്ലോ. ഈ വാക്കുകൾ ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും കൂടുതൽ സന്തോഷപ്രദമാക്കാം, ശുചിത്വപൂർണ്ണമാക്കാം. എന്താ, കൂടെ കൂടുവല്ലേ? മാലിന്യമുക്തമായ ഒരു നവകേരളത്തിനായി കൈകോർത്തുകൊണ്ട് നമുക്ക് ഇനി വീണ്ടും ഒത്തുചേരാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. രൂപകരചന ബിജു മാത്യു. ആഖ്യാനം രേഖ അജിത്. ശബ്ദസാന്നിധ്യം സന്തോഷ് തിരുമല, അഞ്ജന ശ്രീകുമാർ. സാക്ഷാത്കാരം വിനയ് ചന്ദ്രൻ, തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. സംസ്ഥാന ശുചിത്വ മിഷൻ മാലിന്യമുക്തം നവകേരളം.